ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ദേ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ ഞാനും ചക്കിയും 5 മണിയാകുമ്പോഴത്തേക്ക് ഇനി വീണ്ടും ഇരാറ്റുപേട്ടയ്ക്ക് പോകുന്നുണ്ട്. അവനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ടെന്ന്. അതിന് വേണ്ടി ഞങ്ങൾ പോവാണ്. ഞങ്ങൾ പേട്ട എത്തി. ഇപ്പോൾ ആദ്യം പോകുന്നത് എന്തിനാണെന്നറിയാമോ? ചക്കിയുടെ മുടി വെട്ടാനാണ്. ചക്കിയുടെ മുടി വെട്ടുന്ന ഷോപ്പ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? വാ, കാണിച്ചു തരാവേ. ഹെയർ ലൂം സലൂണിലാണ്. ചക്കി എപ്പോഴും മുടി വെട്ടുന്നത് ഇവിടെയാണ്. ഇവിടെ 1-2 തവണ മാത്രം ഞാൻ ഷോപ്പ് മാറ്റി വെട്ടിയേ. അപ്പോൾ ചക്കിക്ക് അത്ര ശരിയായില്ലേ. അങ്ങനെ ചക്കി വെട്ടാൻ വേണ്ടി അകത്തേക്ക് കയറി പോവുകയാണ്. ഈയിടെ കുറച്ച് നാളായിട്ട് ഒരു 3-4 മാസമായെന്ന് തോന്നുന്നു ഈ ഹെയർ ലൂം സലൂണൊന്ന് പുതുക്കി പണിത്. അതിനുശേഷം കുട്ടികൾക്ക് ഇരിക്കാൻ പ്രത്യേകമായിട്ട് ചെയറൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നല്ലതാണ്. ചക്കിക്ക് അത് ഇഷ്ടമാണ്. ചക്കി പോകുന്നതേ അതിലായിട്ട് സ്വന്തമായിട്ട് കയറി ഇരുന്നോളും. അങ്ങനെ ചക്കിയുടെ മുടി വെട്ടാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ ഇപ്പം സലൂണിൻ്റെ അകം കാണാൻ. നല്ല രസമാണ്, നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ്. ഇന്ന് തന്നെ മുടി വെട്ടുന്നത് എന്താണെന്ന് ചോദിച്ചെങ്കിൽ ഇന്ന് ശനിയാഴ്ചയല്ലേ, നാളെ ഞായറാഴ്ചയാണല്ലോ. അപ്പം ചക്കിക്ക് തിങ്കളാഴ്ച സ്കൂൾ തുറക്കുകയാണ് 11-ാം തീയതി. ഈ വീഡിയോസ് ചിലപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഞായറാഴ്ച ആയിരിക്കുമേ. പക്ഷേ ഇത് മുടി വെട്ടുന്ന ശനിയാഴ്ചയാണ്. ശനിയാഴ്ചത്തെ പ്രോഗ്രാമുകളാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. തിങ്കളാഴ്ച ചക്കിക്ക് സ്കൂളിൽ പോകണമല്ലോ, ഉച്ചവരെ ഉള്ളു ക്ലാസ്. അതുകൊണ്ട് മുടിയൊക്കെ വെട്ടി നല്ല മിടുക്കനായിട്ട്. അന്നേരം ഞാൻ ഈയിടെ ഒരു സാധനം ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് നിയോണി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെന്തായെന്ന് അറിയാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അത് വന്നിട്ടില്ല, 3-4 ദിവസം കൂടെ കഴിഞ്ഞേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിയോണി കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ നേരെ ലെതർ വേൾഡിൽ പോവാണ്. അപ്പം ചക്കിക്ക് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോവാണ്. അങ്ങനെ പോയി അതെല്ലാം വാങ്ങിയിട്ട് വേണം ഞങ്ങൾക്കിനി വീട്ടിൽ പോകാൻ. വരുമ്പോൾ ചക്കി ഉച്ചയ്ക്ക് പറഞ്ഞില്ലായിരുന്നു മുണ്ടമറ്റത്തുനിന്ന് കുറേ സാധനങ്ങൾ വേണമെന്ന്. അതൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ കയറിപ്പോയി മുകളിലോട്ടാണ് പോയത്. അവിടെ പോയപ്പോഴും അത്യാവശ്യം നല്ല തിരക്കാണ്. സ്കൂൾ തുറക്കുന്ന ടൈം ആയതുകൊണ്ട് എല്ലാവരും ബാഗും വാട്ടർ ബോട്ടിലും ടിഫിൻ ബോക്സും കുടയൊക്കെ വാങ്ങുന്ന തിരക്കാണ്. അങ്ങനെ നല്ല തിരക്കാണ്. അവിടെ പോയപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ചെരുപ്പ് നോക്കിയാൽ എനിക്ക് ചെരുപ്പ് നോക്കിയപ്പോൾ ഒന്നുമില്ല. നല്ല തിരക്കായതുകൊണ്ട് ആൾക്കാരെല്ലാം വന്നെടുത്തിട്ട് എനിക്കിഷ്ടപ്പെട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചെരുപ്പുകളൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അതുകൊണ്ട് എടുത്തില്ല. അപ്പം ചക്കിക്ക് ഞാൻ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ചക്കിത് വേറെ ഏതൊക്കെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല. പക്ഷേ എനിക്കൊന്നും കിട്ടില്ല. ഞാൻ കുറേ ചെരുപ്പ് നോക്കിയ, പക്ഷേ എനിക്കൊരു ചുരിദാറിന് മാച്ചായിട്ടുള്ള ഒരെണ്ണം എടുക്കാനായിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല. ചക്കിക്ക് ബാഗോ സാധനങ്ങളോ ഒന്നും സ്കൂൾ തുറക്കുമ്പോൾ വാങ്ങിയിട്ടില്ല. അതിപ്പം സ്കൂൾ തുറക്കാറാകുമ്പോഴത്തേക്ക് നാളെ മുതൽ ഇനിയിപ്പോൾ ക്ലാസ്സല്ലേ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ അതിന് പഴയ ബാഗൊക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് പറ്റിയ നല്ല അടിപൊളി ബാഗ് കിടക്കുന്നത്. അങ്ങനെ ഞാൻ അന്നേരം അതിൽ നിന്നൊരു ബാഗൊക്കെ വാങ്ങി. അതെല്ലാം കഴിഞ്ഞത് ഞങ്ങൾ ലെതർ വേൾഡിൽ നിന്ന് ഇറങ്ങുവാണ്. മുണ്ടമറ്റത്ത് കയറിയ വീഡിയോസൊന്നും എടുത്തില്ല. എപ്പോഴും ഒരേ വീഡിയോസൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുകയല്ലേ. പിന്നെ ഞങ്ങൾ അതൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ നടക്കലുള്ള ഉമ്മീസി വന്ന് അവിടെ വന്നപ്പം ഈ മോഡൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വേണമെന്ന് തോന്നി അവരുടെ വീഡിയോസിലെ. അങ്ങനെ ഞാൻ വന്ന് നോക്കിയതാണ്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് അതിൽ നിന്ന് 2-3 പീസൊക്കെ എടുത്ത്. അപ്പം ചക്കിയാണ് എൻ്റെ വീഡിയോഗ്രാഫർ. ചക്കിയാണ് ഇപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നതും. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വ്ളോഗൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ ഒത്തിരി സന്തോഷം കേൾക്കുമ്പോൾ. പിന്നെ നല്ലവരും മോശം ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കാണുക, ഇഷ്ടമില്ലാത്തവരൊക്കെ ഒന്നല്ലേ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ പല പല ഓപ്ഷനുകളുണ്ടല്ലോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ മഴ പെയ്യാനൊക്കെ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നന്നായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങിയേ. അങ്ങനെ ഞങ്ങളിത് കയറി പോവുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബായ്.